പ്രവാസലോകത്തെ വാർത്തകൾ. അമൂല്യ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ചൈനയുടെ നിയന്ത്രണങ്ങൾക്കിടയിൽ ഇന്ത്യ മറ്റ് വിതരണ ശൃംഖലകൾ ഉപയോഗപ്പെടുത്തുമെന്നും ഗോയൽ പറഞ്ഞു. ചൈനീസ് വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര ബിസിനസ്സുകൾക്ക് ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി സ്വയം നിലകൊള്ളുന്നതിനൊപ്പം ബദൽ വിതരണ ശൃംഖലകൾ സജീവമായി ഉപയോഗപ്പെടുത്തുമെന്നും ഗോയൽ പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനിടെ സ്വിറ്റ്സർലൻഡ് സർക്കാർ ഉദ്യോഗസ്ഥരുമായും ബിസിനസ് നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ്, വൈറ്റ് ഗുഡ്സ് മേഖലകൾക്ക് ഹ്രസ്വകാല വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന് ഗോയൽ സമ്മതിച്ചു. എന്നിരുന്നാലും സർക്കാരും വ്യവസായവും നൂതനാശയങ്ങളും തമ്മിലുള്ള സഹകരണ ശ്രമങ്ങൾ ഈ വെല്ലുവിളികളെ ദീർഘകാല അവസരങ്ങളാക്കി മാറ്റുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതായാണ് നിലവിലെ തടസ്സത്തെ മന്ത്രി വീക്ഷിച്ചത്. സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യവും വിശ്വസനീയമായ വിതരണ ശൃംഖല പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ മൂല്യവും തിരിച്ചറിയുന്നത് ഇത് ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിസന്ധിയിലും വെല്ലുവിളിയിലും പോലും ഒരു അവസരമുണ്ടെന്ന് ഗോയൽ നിരീക്ഷിച്ചു. സ്വയം പര്യാപ്തത പുലർത്തേണ്ടതും വിതരണ ശൃംഖലകൾ വിശ്വസനീയ പങ്കാളികൾ ഉണ്ടായിരിക്കേണ്ടതും പ്രധാനമാണെന്ന് ഇന്ത്യയിലെ കൂടുതൽ കമ്പനികളും ബിസിനസ്സുകളും ആളുകളും തിരിച്ചറിയും. ഇന്ന് ലോകം ഇന്ത്യയെ അവരുടെ വിതരണ ശൃംഖലയുടെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നത് വർദ്ധിച്ചുവരികയാണ്. കാരണം ഇന്ത്യയെ ഒരു വിശ്വസനീയ പങ്കാളിയായി കാണുന്നതായും ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം പുനഃസ്ഥാപിച്ചു. ഇന്ത്യയടക്കം 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാകും. ഓൺലൈനിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള മൾട്ടിപ്പിൾ റീ എൻട്രി ഓപ്ഷൻ സൗദിയുടെ വിസ അനുവദിക്കുന്ന പ്ലാറ്റ്ഫോമായ മോഫയിൽ വീണ്ടും ലഭ്യമായി തുടങ്ങി. ഏതാനും മാസങ്ങളായി മൾട്ടിപ്പിൾ റീ എൻട്രി ഓപ്ഷൻ ലഭ്യമായിരുന്നില്ല. കേരളത്തിൽ നിന്നുൾപ്പെടെ സൗദിയിലേക്ക് വരുന്നവർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഏതാനും മാസങ്ങളായി സിംഗിൾ എൻട്രി വിസയാണ് ലഭിച്ചിരുന്നത്. ഇത് കാരണം നിരവധി കുടുംബങ്ങൾ സൗദിയിലെത്തി ഒരു മാസത്തിനു ശേഷം സ്വദേശത്തേക്ക് തിരിച്ചുപോയി. സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസയ്ക്കുള്ള അപേക്ഷകൾ ഇന്ത്യയിലെ VFS കേന്ദ്രങ്ങൾ ജൂൺ 16 മുതൽ സ്വീകരിച്ചു തുടങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കുടിയേറ്റക്കാരുടെ മാതാപിതാക്കൾക്ക് 10 വർഷം വരെ ന്യൂസിലാൻഡ് സന്ദർശിക്കാൻ അനുവദിക്കുന്ന പുതിയ വിസ നയം അവതരിപ്പിക്കുന്നു. സെപ്റ്റംബറിൽ നിയമം പ്രാബല്യത്തിൽ വരും. പേരന്റ് ബൂസ്റ്റ് വിസ പ്രകാരം കുടിയേറ്റക്കാർക്ക് അവരുടെ മാതാപിതാക്കളെ രാജ്യത്ത് സന്ദർശിക്കാനും താമസിക്കാനും സ്പോൺസർ ചെയ്യാനും ഇപ്പോൾ അനുവദിക്കും. ന്യൂസിലൻഡ് പൗരന്മാരുടെയും താമസക്കാരുടെയും മാതാപിതാക്കൾക്ക് 5 വർഷം വരെ മൾട്ടിപ്പിൾ എൻട്രി ആക്സസ് അനുവദിക്കുന്ന ഈ വിസ ഒരു തവണ പുതുക്കാം. അതായത് 10 വർഷത്തേക്ക് വിസ കൈവശം വയ്ക്കാം. 2023 തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ന്യൂസിലൻഡിനെ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്ക് കൂടുതൽ ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ നാഷണൽ പാർട്ടി പാരന്റ് ബൂസ്റ്റ് വിസ വാഗ്ദാനം ചെയ്തു. സെപ്റ്റംബർ 29 അപേക്ഷകൾ സമർപ്പിക്കുമെന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രഖ്യാപിച്ചു. പ്രതിവർഷം 2000 മുതൽ 10,000 വരെ അപേക്ഷകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പരിധിയൊന്നുമില്ല. 2027 ഒരു അവലോകനത്തോടെ വിസ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അപേക്ഷകർ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെന്നും സ്വഭാവ യോഗ്യതകൾ പാലിക്കുന്നുണ്ടെന്നും തെളിയിക്കുന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളുടെ പട്ടിക പാലിക്കേണ്ടതുണ്ട്. വരുമാന ആവശ്യകതയും അപേക്ഷകനോ അവരുടെ സ്പോൺസറോ പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുഗതാഗത രംഗത്ത് വീണ്ടും ചരിത്രം കുറിക്കാൻ ദുബായ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ ദുബായിൽ വരുന്നു. 74 മീറ്ററാണ് മെട്രോ സ്റ്റേഷന്റെ ഉയരം. ദുബായ് മെട്രോ ബ്ലൂ ലൈനിന്റെ ഭാഗമായി ഈ സ്റ്റേഷൻ 2029 പൂർത്തിയാകുമെന്നാണ് അറിയിപ്പ്. 2025 ജൂൺ 9 ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും തറക്കല്ലിട്ടതോടെയാണ് നിർമ്മാണം ആരംഭിച്ചത്. ദുബായ് മെട്രോ ബ്ലൂ ലൈനിന്റെ ഭാഗമായി വരുന്ന ഈ മെട്രോ സ്റ്റേഷൻ ഉടൻ തന്നെ ദുബായിയുടെ ഗതാഗത മേഖലയിൽ വൻ വികസനം തന്നെ സൃഷ്ടിക്കും. അമേരിക്കൻ വാസ്തുവിദ്യാ സ്ഥാപനമായ സ്കിഡ്മോർ, ഓവിങ്സ് ആൻഡ് മെറിൽ ആണ് മെട്രോ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 11,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ മെട്രോ സ്റ്റേഷൻ വ്യാപിച്ചു കിടക്കുന്നത്. കൂടാതെ പ്രതിദിനം 1,60,000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം. 2040 ആകുമ്പോഴേക്കും 70,000-ലധികം പ്രതിദിന ഉപഭോക്താക്കൾ ഈ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ കർശന നടപടിയുമായി UAE. കുറ്റകൃത്യം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക ക്രമക്കേടുകൾ നിരീക്ഷിക്കാൻ സാമ്പത്തിക മന്ത്രാലയവും ദുബായ് പോലീസും രംഗത്ത്. റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ ആഭരണ വ്യാപാരം, ഓഡിറ്റിംഗ്,
ബിസിനസ് സേവനങ്ങൾ തുടങ്ങിയ മേഖലയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത്. കൂടാതെ ഈ മേഖലയിലെ സംശയാസ്പദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ട്രാക്കിംഗ്, പരിശോധന, നിരീക്ഷണം എന്നിവ ശക്തമാക്കാനും ദുബായ് പോലീസും UAE സാമ്പത്തിക മന്ത്രാലയവും നടപടികൾ കർശനമാക്കി. സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളുടെയും ഗുണഭോക്തൃ ഉടമസ്ഥാവകാശ ഡാറ്റയുടെയും കൈമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ UAE-യിലുടനീളം കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയ കേസുകൾ ദുബായ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെതിരെ കനത്ത പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ സ്ഥാപനത്തിനെതിരെ കർശന ശിക്ഷ തന്നെ നടപ്പിലാക്കുമെന്നും കനത്ത പിഴ ചുമത്തുമെന്നും ദുബായ് പോലീസ് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.